ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എന്നാണ് വിശേഷം? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ വീക്കെൻഡ് ഒക്കെ അല്ല, അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയത്. എങ്ങോട്ടേക്കാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നതൊക്കെ ഞാൻ വഴിയെ പറയുന്നതായിരിക്കും. അപ്പോൾ വീക്കെൻഡ് ഒക്കെ ഞാൻ നൈസ് റോഡ് വഴിയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ നമുക്ക് നൈസ് റോഡാണ് എളുപ്പം. പോകുന്ന വഴിക്കാട്ടോ വണ്ടി ഇങ്ങനെ വന്നിട്ട് നിൽക്കും. നൈറ്റ് വല്ലതും സംഭവിച്ചായിരിക്കും. ചെറിയൊരു ചാറ്റൽ മഴയോടുകൂടി നല്ല ഇട്ടിവെട്ടി മഴയും പെയ്തു കേട്ടോ. ആ കൂട്ടത്തിൽ ചെറിയൊരു നമ്മുടെ മലയാളം മെലഡി സോങ്സും ഒക്കെ കേട്ട് പോകുമ്പോൾ ആഹാ എന്താ ഒരു ഫീൽ എന്നറിയാമോ. അടിപൊളി മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തേക്ക് എത്തി. കയറി പോകുന്ന വഴിക്ക് നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുമല്ല, അണുപോകുമ്പോൾ ഉണ്ടോ പൊട്ടലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വണ്ടി ഒരു കയറ്റി വിടത്തുള്ളൂ കേട്ടോ. നമ്മൾ വേറെ അങ്ങോട്ടേക്ക് പോലെ വന്ന് ഐക്യയിലേക്കാണ് വന്നെങ്കിൽ പാർക്കിങ്ങിലേക്ക് കയറുവാണ് നമ്മൾ. കുഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉറങ്ങാൻ തുടങ്ങിയത് കേട്ടോ. ഇവിടെ എത്തിയിട്ടും അങ്ങനെ എഴുന്നേറ്റിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നേരെ കയറുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഐക്യ വന്നിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇവിടുത്തെ സാധനങ്ങളുടെ ക്വാളിറ്റി എന്താണെന്നും എന്താണ് സ്പെഷ്യാലിറ്റി എന്നൊക്കെ. നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ തൊട്ട് വലിയ വലിയ സാധനങ്ങൾ വരെ ഇവിടുന്ന് മേടിക്കാവുന്നതാണ്. പക്ഷേ ഇവിടുത്തെ വേറെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ പ്ലാന്റ്സ് ഒക്കെ ഒറിജിനലാണെന്ന് തോന്നും. ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ അവിടുന്ന് പോകുന്നത് ആക്സസറീസ്, അതായത് വാർഡ്രോബ്, ടി വി കബോർഡ്സ്, പിന്നെ ബൗൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ചില സാധനങ്ങളൊക്കെ നമുക്ക് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റും. അതിനകത്ത് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നട്ടും ബോട്ടും സ്ക്രൂവും എല്ലാം അതിനകത്ത് കൊടുത്ത് നമുക്ക് തന്നെ ഫിക്സ് ചെയ്യാൻ ആരുടെ സഹായം വേണ്ട കേട്ടോ. പിന്നെ നല്ല അടിപൊളി ഹോം തിയേറ്റർ. പിന്നെ അവിടെ നമ്മൾ നേരെ പോകുന്ന ബെഡും കട്ടിലും അങ്ങനത്തെ സെക്ഷനിലേക്കാണ് പോകുന്നത്. ഞാൻ നോക്കും വരുന്നവരൊക്കെ കട്ടിലെ കിടക്കുന്നു, ഇരിക്കുന്നു. കട്ടിലിൻ്റെ മെത്തേഡൊക്കെ ക്വാളിറ്റി നോക്കുന്നതായിരിക്കും അല്ലേ. ഈ ഡ്രസ്സിൻ്റെ വില എന്താ ഗസ് ചെയ്യാൻ പറ്റും? 1 ലാക്കാണ്. ഞാൻ മാക്സിമം സൂം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 ലാക്കാണ് ആ ഡ്രസ്സിൻ്റെ റുപ്പീസ് എന്ന്. പിന്നെ അവിടെ നേരെ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന പോലത്തെ പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എൻ്റെ പൊന്നോ, ടോയ് ആണെങ്കിൽ ഫസ്റ്റ് എടുക്കാൻ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അതെല്ലാം എടുത്തു കേട്ടോ, കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മളോട് നേരെ പോകുന്ന കിച്ചണിലേക്കുള്ള ബൗൾസ്, കപ്പ്, അങ്ങനത്തെ സോസറുകൾ, അങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമ്മൾ ചുമ്മാ വന്നു പോയാലും എന്തെങ്കിലുമൊക്കെ എടുക്കാതെ പോകുമല്ലോ കേട്ടോ. അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് വലിയൊരു കാര്യം. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇഞ്ചി, വെളുത്തുള്ളി, ജിഞ്ചർ, ഗാർലിക്കും ഒക്കെ നമുക്ക് ചോപ്പ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണെന്ന് തോന്നുന്നു. അതിനകത്തേക്ക് ഇട്ടിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അത് ചോപ്പായി വരുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ അവിടെ കാണിച്ചേക്കുന്ന ഒരു പിക്ചറിൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ അറിയാത്തൊരു സാധനം നമ്മൾ അവിടെ വെച്ച് കണ്ടു. നമുക്ക് അറിയത്തില്ല എന്താ യൂസ് എന്നുള്ളത്. അപ്പോൾ തൊട്ട് മേളിൽ തന്നെ പ്രൈസ് ടാഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്, അപ്പോൾ അതിനകത്ത് തന്നെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ എടുക്കാൻ പറ്റും കേട്ടോ. അത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ മാറ്റൊക്കെയാണ് പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്നത്. ബെഡിൻ്റെ അടുത്തൊക്കെ ഇടാൻ പറ്റുന്ന സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വാർഡ്രോബ് ആക്സസറീസിൻ്റെ സെക്ഷനാണ്. ഇവിടെ നമ്മൾക്ക് അത്യാവശ്യമുള്ളതൊക്കെ നമ്മൾ എടുത്തു. നേരെ പോകുന്ന ലൈറ്റിംഗ് സെക്ഷനിലേക്കാണ്. ഞങ്ങളുടെ ഡൈനിങ്ങിൽ 1-2 ലൈറ്റൊക്കെ ഇവിടെ നാട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ പോകുന്നത് നമ്മൾ ഫ്ലവറിലേക്കാണ്. ഇത് കാണുമ്പോൾ തോന്നുന്നു ഒറിജിനലാണെന്നല്ല കേട്ടോ, മൊത്തം പ്ലാസ്റ്റിക്കാണ്. കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ കണ്ടില്ല. ഇത് കാണുമ്പോൾ നമ്മൾ ശരിക്കും ഒറിജിനൽ പ്ലാന്റ്സ് ആണെന്ന് തോന്നും, പക്ഷെ അല്ല, മൊത്തം പ്ലാസ്റ്റിക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നേരെ ബില്ലിങ്ങിലേക്കാണ്. ബില്ലിങ് നമ്മൾ ഗോഡൗൺ കയറിയിട്ടാണ് ബില്ലിങ്ങിലേക്ക് പോകുന്നത്. അങ്ങനെ ബില്ലിംഗ് എല്ലാം കഴിഞ്ഞ് പോകുന്നെങ്കിൽ കോഫിയൊക്കെ മേടിച്ചിട്ടുണ്ട്. കോഫി കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പഞ്ചസാര ഇല്ലായിരുന്നു. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കുടിച്ചു കേട്ടോ. പിന്നെ അവിടെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറുണ്ട് വീട്ടിലേക്ക്. പോകുന്ന വഴിക്ക് മേഘന ഫുഡ്സിലേക്ക് ഒരു അടിപൊളി ബിരിയാണിയൊക്കെ മേടിച്ച്. മേഘന ഫുഡ്സിലെ ബിരിയാണി അടിപൊളി കേട്ടോ. കഴിച്ചിട്ടുള്ളവർ ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കും, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞങ്ങളത് വാർഡ്രോബ് അടുക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെയാണ് ആദ്യം അടുക്കിയത്. അപ്പോൾ പിള്ളേർക്ക് പറ്റുന്ന കാർട്ടൂൺ രീതിയിലുള്ള ഒരു ആക്സസറിയാണ് കുഞ്ഞിന് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കുഞ്ഞിൻ്റെ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി എൻ്റെ ഡ്രസ്സ് അടുക്കി വയ്ക്കലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിലൊക്കെ 3 വലുതാണ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ഡ്രസ്സ് വേറെ, ഷോൾ വേറെ, പാൻറ്റ്സ് വേറെ, ഇങ്ങനെ ആക്കിയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. 3 ഞങ്ങൾ പുതിയതായിട്ട് മേടിച്ച്, ബാക്കിയൊക്കെ നേരത്തെ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇതിൻ്റെ